നമ്മുടെ ഫോണിൽ ഫോട്ടോസോ വീഡിയോസോ ഒന്നും തന്നെ ഡൗൺലോഡ് ചെയ്യാതെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് വളരെയധികം കുറഞ്ഞു പോകാറുണ്ട്. ഇത് പരിഹരിക്കാനായിട്ട് നമ്മുടെ ഫോണിലുള്ള പല ഫയലുകളും വേണ്ടപ്പെട്ട പല ഫയലുകളും നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ അതിനൊരു ഗുണവും ഉണ്ടാകാറില്ല. ഇതിന് കാരണം ഒരുപാട് ഫയലുകൾ നമ്മൾ അറിയാത്ത ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ആ 3 ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഒന്നുകൂടി താഴേക്ക് തന്നെ സ്ക്രോൾ ചെയ്യുക, ഏറ്റവും താഴേക്ക് വരിക. അപ്പോൾ ഇവിടെ ഡാറ്റ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പല തവണയായിട്ട് പല ദിവസങ്ങളിലായിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ വെബ്സൈറ്റുകളും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സ്റ്റോർ ആയി കിടക്കുന്നുണ്ട്. ഞാൻ എന്നും തന്നെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അത്ര കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരുപാട് GB വരെ നിങ്ങൾക്ക് 10 GB 20 GB ഒക്കെ ആയിരിക്കും ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ ആണെങ്കിൽ പോലും ഇവിടെ വന്ന് ഇത്തരത്തിൽ സ്റ്റോറേജായി കിടക്കുന്ന സമയത്ത് ആ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഓട്ടോമാറ്റിക്കലി തന്നെ കുറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചൊന്ന് ഡിലീറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒപ്പത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ല നമുക്ക് ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഓരോ വെബ്സൈറ്റിനെ തൊട്ടുപുറത്തായിട്ട് 3 ഡോട്ട് കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഡിലീറ്റ് എന്ന് ഡാറ്റ റിസെറ്റ് പെർമിഷൻ എന്നുള്ള കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് വിടാനായിട്ട് സാധിക്കും. അതെല്ലാം നിങ്ങൾക്കിതൊന്നും ആവശ്യമില്ലാത്ത വെബ്സൈറ്റുകളാണ്, നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് കളയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇത്രയും വെബ്സൈറ്റുകളിൽ നിന്ന് സ്റ്റോറേജാണ് നമുക്കിവിടെ പോയിരിക്കുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡിലീറ്റ് ആൾ ഡാറ്റ എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര MB വരെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് വിടാൻ പറ്റും എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നമ്മൾ പാസ്വേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് വിടുന്ന സമയത്ത് ആ ഒരു വെബ്സൈറ്റിലുള്ള പാസ്വേഡ് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് ഒരു ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ ഇതിനെ ഡിലീറ്റ് ചെയ്ത് വിടുക. ഡിലീറ്റ് ചെയ്ത് വിട്ടതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി അതിനെ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നല്ല ഫോൺ മെമ്മറിയോടുകൂടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഡിലീറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് മുഴുവനുമായിട്ട് ഇത്രയും സ്റ്റോറേജ് നമ്മുടെ ഫോണിലേക്ക് എത്ര GB ആണ് ഇവിടെ ഉള്ളത് അത്രയും GB നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.